എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് SCERT സോഷ്യൽ സയൻസ് 9ാമത്തെ ചാപ്റ്റർ മഗധ മുതൽ താനേശ്വരം വരെ എന്ന യൂണിറ്റിലെ PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് വിഷമമുള്ള കാര്യങ്ങളും കൂടെ പറയുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഹിസ്റ്ററി ഒക്കെ ആയതുകൊണ്ട് തന്നെ, ഏൻഷ്യന്റ് ഹിസ്റ്ററി ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫാക്റ്റും കൂടെ വരുന്നുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കി പോവാം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. BCE 321 മഗധ സന്ദർശിച്ച ഗ്രീക്ക് സഞ്ചാരിയാണ് മെഗസ്തനീസ്. BCE 321 മഗധ സന്ദർശിച്ച ഗ്രീക്ക് സഞ്ചാരി മെഗസ്തനീസ്. ഇൻഡിക്ക എന്ന കൃതിയുടെ കർത്താവ് മെഗസ്തനീസ് ആണ്. ഇൻഡിക്ക എന്ന കൃതിയുടെ കർത്താവ് മെഗസ്തനീസ്. ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയിൽ അധികാരത്തിൽ വന്നത് BCE 321 ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയിൽ അധികാരത്തിൽ വന്നത് BCE 321. അർത്ഥശാസ്ത്രത്തിന്റെ രചയിതാവ് കൗടില്യനാണ്. അർത്ഥശാസ്ത്രത്തിന്റെ രചയിതാവ് കൗടില്യൻ. ചാണക്യൻ, വിഷ്ണുഗുപ്തൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കൗടില്യനാണ്. ചാണക്യൻ, വിഷ്ണുഗുപ്തൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കൗടില്യൻ. അർത്ഥശാസ്ത്രം എന്ന കൃതി രചിച്ചത് ചാണക്യനാണ്. അർത്ഥശാസ്ത്രം എന്ന കൃതി രചിച്ചത് ചാണക്യൻ. കൗടില്യൻ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച സർവകലാശാല തക്ഷശില. കൗടില്യൻ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച സർവകലാശാല തക്ഷശിലയാണ്. ശാസ്ത്രവിരുദ്ധനായി പ്രവർത്തിക്കുന്നവരും ഇന്ദ്രിയങ്ങളെ കീഴടക്കാത്തവനുമായ രാജാവ് ഭൂമിയെ മുഴുവൻ വാഴുന്നവൻ തന്നെ ആയാലും പൊടുന്നനെ നശിച്ചു പോകും. ആകയാൽ രാജാവ് കാര്യനിർവഹണം കൊണ്ട് പ്രജകളെ സ്വധർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കണം. വിദ്യ കൊണ്ട് വിനയം നേടണം. സമ്പത്ത് നേടി ലോകരുടെ പ്രീതി സമ്പാദിക്കണം. അലസത, അസത്യം പറയൽ, അഹങ്കാരം തോന്നിപ്പിക്കുന്ന വേഷം, അധർമ്മം ഉളവാക്കുന്ന ഇടപാട് എന്നിവ വർജിക്കണം. കൗടില്യന്റെ ഏത് കൃതിയിലാണ് ഇങ്ങനെ പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥശാസ്ത്രത്തിലാണ് ഇങ്ങനെ പരാമർശിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. രാജാവിന്റെ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. രാജാവ് കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കണം. രാജാവ് പ്രജകൾക്ക് മാതൃകയായിരിക്കണം. രാജാവിന്റെ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളാണ്. രാജാവ് കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കണമെന്ന് അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. രാജാവ് പ്രജകൾക്ക് എന്തായിരിക്കണം? മാതൃകയായിരിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. രാജ്യഭരണത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. രാജ്യഭരണത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥം അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതമാണ്. അർത്ഥശാസ്ത്രം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതം. കൗടില്യൻ സംഭാവന നൽകിയ മേഖലകൾ തത്വചിന്ത, സാമ്പത്തിക ശാസ്ത്രം, നിയമം, രാജ്യഭരണം എന്നിവയാണ്. കൗടില്യൻ സംഭാവന നൽകിയ മേഖലകള് തത്വചിന്ത, സാമ്പത്തിക ശാസ്ത്രം, നിയമം, രാജ്യഭരണം എന്നിവയാണ്. ഒരു രാഷ്ട്രത്തിന് അനിവാര്യമായ കീഴ്ഘടകങ്ങളെക്കുറിച്ച് കൗടില്യൻ അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നത് അറിയപ്പെടുന്നത് സപ്താംഗങ്ങൾ എന്നാണ്. ഒരു രാഷ്ട്രത്തിന് അനിവാര്യമായ കീഴ്ഘടകങ്ങളെക്കുറിച്ച് കൗടില്യൻ അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നത് അറിയപ്പെടുന്നത് സപ്താംഗങ്ങൾ എന്നാണ്. സപ്താംഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഭരണവ്യവസ്ഥ സ്ഥാപിച്ച ഭരണാധികാരിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. സപ്താംഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഭരണവ്യവസ്ഥ സ്ഥാപിച്ചിട്ടുള്ള ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. സപ്താംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സ്വാമി എന്ന് പറയുന്നത് രാജാവാണ്. അമാത്യൻ മന്ത്രി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ. കോസ എന്നുള്ളത് ഖജനാവ് അല്ലെങ്കിൽ നികുതി. ദണ്ഡ നീതിന്യായമാണ്. ദുർഗം സൈന്യം അല്ലെങ്കിൽ കോട്ടയാണ്. മിത്രം സഖ്യങ്ങളാണ്. ജനപദം എന്നുള്ളത് പ്രദേശമാണ്. ഇതാണ് അർത്ഥശാസ്ത്രത്തിൽ വിവരിച്ചിരിക്കുന്ന സപ്താംഗങ്ങൾ എന്നുള്ളത് ഓർത്തിരിക്കുക. മൗര്യ സാമ്രാജ്യ സ്ഥാപകനാണ് ചന്ദ്രഗുപ്ത മൗര്യൻ.
മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യൻ. മൗര്യ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം പാടലീപുത്രം അഥവാ ഇന്നത്തെ പാട്നയാണ്. മൗര്യ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം പാടലീപുത്രം അഥവാ പാറ്റ്ന. ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യമാണ് മൗര്യ സാമ്രാജ്യം. ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യമാണ് മൗര്യ സാമ്രാജ്യം. മൗര്യ സാമ്രാജ്യത്തിന് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം എന്ന പദവി നേടിക്കൊടുത്ത ഘടകങ്ങള്: രാജ്യങ്ങൾ വളരെ വിസ്തൃതമായിരുന്നു, ഭരണം രാജാവിൽ കേന്ദ്രീകരിച്ചിരുന്നു, രാജ്യത്തിലുടനീളം ഏകീകൃതമായ ഭരണ സംവിധാനം നിലനിന്നിരുന്നു. മൗര്യ സാമ്രാജ്യത്തിന് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം എന്ന പദവി നേടിക്കൊടുത്ത ഘടകങ്ങൾ: രാജ്യം വളരെ വിസ്തൃതമായിരുന്നു, ഭരണം രാജാവിൽ കേന്ദ്രീകരിച്ചിരുന്നു, രാജ്യത്തുടനീളം ഏകീകൃതമായ ഭരണ സംവിധാനം നിലനിന്നിരുന്നു എന്നിവയാണ്. അലക്സാണ്ടറിനു ശേഷം ഇന്ത്യയിലേക്ക് വന്ന ഗ്രീക്ക് സൈന്യാധിപനാണ് സെലൂക്കസ് നിക്കറ്റർ എന്ന് പറയുന്നത്. അലക്സാണ്ടറിന് ശേഷം ഇന്ത്യയിലേക്ക് വന്ന ഗ്രീക്ക് സൈന്യാധിപനാണ് സെലൂക്കസ് നിക്കറ്റർ. ഇന്ത്യയിലേക്ക് വന്ന ഗ്രീക്ക് സൈന്യാധിപനായ സെലൂക്കസ് നിക്കറ്ററുമായി സഖ്യം സ്ഥാപിച്ച ഭരണാധികാരി ചന്ദ്രഗുപ്ത മൗര്യനാണ്. ഇന്ത്യയിലേക്ക് വന്ന ഗ്രീക്ക് സൈന്യാധിപനായ സെലൂക്കസ് നിക്കറ്ററുമായി സഖ്യം സ്ഥാപിച്ച ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. മാസിഡോണിയയിലെ ഭരണാധികാരിയായിരുന്ന അലക്സാണ്ടറുടെ സൈനിക മേധാവിയാണ് സെലൂക്കസ് നിക്കറ്റർ. മാസിഡോണിയയിലെ ഭരണാധികാരിയായിരുന്ന നമ്മുടെ അലക്സാണ്ടറുടെ സൈനിക മേധാവി ആരാണ് എന്ന് ചോദിച്ചാൽ അത് സെലൂക്കസ് നിക്കറ്റർ ആണ്. ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്ക് സെലൂക്കസ് നിക്കറ്റർ അയച്ച പ്രതിനിധിയാണ് മെഗസ്തനീസ്. ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്ക് സെലൂക്കസ് നിക്കറ്റർ അയച്ച പ്രതിനിധിയാണ് മെഗസ്തനീസ്. ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്ക് സെലൂക്കസ് നിക്കറ്റർ അയച്ച പ്രതിനിധി മെഗസ്തനീസ് ആണ്. ചന്ദ്രഗുപ്ത മൗര്യനുമായി ഉടമ്പടി ഉണ്ടാക്കിയ ശേഷം സെലൂക്കസ് നിക്കറ്റർ അദ്ദേഹത്തിന് നൽകിയ പ്രവിശ്യകൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കിഴക്കൻ സത്രപ്പികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചന്ദ്രഗുപ്ത മൗര്യനുമായി ഉടമ്പടി ഉണ്ടാക്കിയ ശേഷം സെലൂക്കസ് നിക്കറ്റർ അദ്ദേഹത്തിന് നൽകിയ പ്രവിശ്യകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ കിഴക്കൻ സത്രപ്പികൾ എന്നാണ് അറിയപ്പെടുന്നത്. ചന്ദ്രഗുപ്ത മൗര്യനു ശേഷം അധികാരത്തിൽ വന്ന ഭരണാധികാരിയാണ് ബിന്ദുസാരൻ. ചന്ദ്രഗുപ്ത മൗര്യനു ശേഷം അധികാരത്തിൽ വന്ന ഭരണാധികാരി ബിന്ദുസാരനാണ്. ബിന്ദുസാരന് ശേഷം അധികാരത്തിൽ വന്ന ഭരണാധികാരിയാണ് അശോകൻ. ബിന്ദുസാരത്തിന് ശേഷം അധികാരത്തിൽ വന്ന ഭരണാധികാരിയാണ് അശോകൻ എന്ന് പറയുന്നത്. കലിംഗയും കാശ്മീരും കീഴടക്കിയ ഭരണാധികാരിയാണ് അശോകൻ. കലിംഗയും കാശ്മീരും കീഴടക്കിയ ഭരണാധികാരി അശോകൻ. രാജാവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം പിതാവും മക്കളും പോലെയാണെന്ന് കരുതിയിരുന്ന ഭരണാധികാരിയായിരുന്നു അശോകൻ. രാജാവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം പിതാവും മക്കളും പോലെയാണ് എന്ന് കരുതിയിരുന്ന ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് അശോകനാണ്. അശോകന്റെ ധമ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനം അറിയപ്പെടുന്നത് ധമ്മശാസനം എന്നാണ്. അശോകന്റെ ധമ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനം അറിയപ്പെടുന്നത് ധമ്മശാസനം എന്നാണ്. മൃഗബലി പാടില്ല എന്ന് അനുശാസിക്കുന്ന അശോകന്റെ ശാസനമാണ് ധമ്മശാസനം. മൃഗബലി പാടില്ല എന്ന് അനുശാസിക്കുന്ന അശോകന്റെ ശാസനമാണ് ധമ്മശാസനം. ധമ്മ നടപ്പിലാക്കാൻ അശോകന് പ്രേരണയായ മതം ബുദ്ധമതമാണ്. ധമ്മ നടപ്പിലാക്കാൻ അശോകന് പ്രേരണയായ മതം ബുദ്ധമതം. ബ്രാഹ്മണരും ബ്രാഹ്മണരല്ലാത്ത ശ്രമണരും താമസിക്കുന്ന വിശാലമായ രാജ്യത്ത് ജനങ്ങൾക്കിടയിൽ ഐക്യവും സമാധാനവും സൗഹാർദ്ദവും നിലനിർത്തേണ്ട അനിവാര്യതയിൽ നിന്ന് ഉടലെടുത്ത ആശയമാണ് അശോകന്റെ ധമ്മ എന്ന് പറയുന്നത്. ബ്രാഹ്മണരും ബ്രാഹ്മണരല്ലാത്ത ശ്രമണരും താമസിക്കുന്ന വിശാലമായ രാജ്യത്ത് ജനങ്ങൾക്കിടയിൽ ഐക്യവും സമാധാനവും സൗഹാർദ്ദവും നിലനിർത്തേണ്ട അനിവാര്യതയിൽ നിന്ന് ഉടലെടുത്ത ആശയമാണ് അശോകന്റെ ധമ്മ. സംസ്കൃത ഭാഷയിലെ ധർമ്മം എന്ന വാക്കിന്റെ പ്രാകൃത് ഭാഷയിലെ രൂപത്തെയാണ് നമ്മൾ ധമ്മ എന്ന് പറയുന്നത്. സംസ്കൃത ഭാഷയിലെ ധർമ്മം എന്ന വാക്കിന്റെ പ്രാകൃത് ഭാഷയിലെ രൂപമാണ് ധമ്മ. ധമ്മ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി തന്റെ മക്കളായ മഹേന്ദ്രനെയും സംഘമിത്രരെയും സിലോണിലേക്ക് അയച്ച ഭരണാധികാരിയാണ് അശോകൻ.
ധമ്മ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി തന്റെ മക്കളായിട്ടുള്ള മഹേന്ദ്രനെയും സംഘമിത്രരെയും സിലോണിലേക്ക് അയച്ച ഭരണാധികാരിയാണ് അശോകൻ. അശോകന്റെ ധമ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനത്തിൽ പ്രിയദശി എന്ന് പരാമർശിക്കുന്നത് ആരെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അശോകനെയാണ്. അശോകന്റെ ധമ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനത്തിൽ പ്രിയദശി എന്ന് പരാമർശിക്കുന്നത് ആരെയാണ്? അശോകനെയാണ്. ശ്രമണർ എന്നറിയപ്പെടുന്നത് ആരെയൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജൈനർ, ബൗദ്ധർ, അജീവകർ, ഇവരെ കൂട്ടായിട്ട് നമ്മൾ ശ്രമണർ എന്ന് പറയാറുണ്ട്. ശ്രമണർ എന്നറിയപ്പെടുന്നത് ജൈനർ, ബൗദ്ധർ, അജീവകന്മാർ എന്നിവർ ഉൾപ്പെട്ടവരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അശോകന്റെ ഭൂരിഭാഗം ശാസനകളിലും ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ പ്രാകൃതാണ്. അശോകൻ പ്രാകൃത ഭാഷയാണ് ഉപയോഗിച്ചത് എന്നൊക്കെ ഓർത്തിരിക്കാം. അശോകന്റെ ഭൂരിഭാഗം ശാസനകളിലും ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ പ്രാകൃതാണ്. അശോകന്റെ ഭൂരിഭാഗം ശാസനകളും എഴുതപ്പെട്ടിരിക്കുന്ന ലിപി ബ്രഹ്മി ലിപിയാണ്. അശോകന്റെ ഭൂരിഭാഗം ശാസനകളും എഴുതപ്പെട്ടിരിക്കുന്ന ലിപി ബ്രഹ്മി ലിപി. 1837 അശോകന്റെ ശാസനകൾ ആദ്യമായി വായിച്ച വ്യക്തി ജെയിംസ് പ്രിൻസപ്പ് ആണ്. 1837 അശോകന്റെ ശാസനകൾ ആദ്യമായി വായിച്ച വ്യക്തി ജെയിംസ് പ്രിൻസപ്പ് ആണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് കാണപ്പെട്ട അശോക ശാസനകളിൽ എഴുതിയിരിക്കുന്ന ലിപി ഖരോഷ്ടി ലിപിയാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് കാണപ്പെട്ട അശോക ശാസനകളിൽ എഴുതിയിരിക്കുന്ന ലിപി ഖരോഷ്ടി ലിപി. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ലഭിച്ച അശോക ശാസനകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ലിപി അരാമിക്കും ഗ്രീക്കുമാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ലഭിച്ച അശോക ശാസനകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ലിപി അരാമിക് ലിപികളുമുണ്ട്, അതേപോലെ ഗ്രീക്ക് ലിപികളുമുണ്ട്. വിദൂര ദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിന് പാതകൾ നിർമ്മിക്കാൻ മൗര്യ സാമ്രാജ്യത്തിലെ ഏതൊക്കെ നഗരങ്ങളെയാണ് ഉപയോഗിച്ചത്? 3 നഗരങ്ങളെയാണ്. വൈശാലി, കപിലവസ്തു, പാടലീപുത്രം എന്നീ നഗരങ്ങളെയാണ് ഉപയോഗിച്ചത്. വിദൂര ദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിന് പാതകൾ നിർമ്മിക്കാൻ മൗര്യ സാമ്രാജ്യത്തിലെ ഏതൊക്കെ നഗരങ്ങളെയാണ് ഉപയോഗിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈശാലിയും കപിലവസ്തുവും അതേപോലെ പാടലീപുത്രവുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. മെഗസ്തനീസിന്റെ അഭിപ്രായത്തിൽ മൗര്യ കാലഘട്ടത്തിൽ സമൂഹത്തിൽ നിലനിരുന്ന വർണ്ണവിഭാഗങ്ങളുടെ എണ്ണം 7 മെഗസ്തനീസിന്റെ അഭിപ്രായത്തിൽ മൗര്യ കാലഘട്ടത്തിൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന വിഭാഗങ്ങളുടെ എണ്ണം 7 എന്നുള്ളത് ഓർത്തിരിക്കുക. മൗര്യ കാലഘട്ടത്തിൽ കച്ചവടത്തിനും ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകുവാനും ഉപയോഗിച്ചിരുന്നത് മുദ്രിത നാണയങ്ങളാണ്. മൗര്യ കാലഘട്ടത്തിൽ കച്ചവടത്തിനും ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകുവാനും ഉപയോഗിച്ചിരുന്നത് മുദ്രിത നാണയങ്ങളാണ്. അർത്ഥശാസ്ത്രത്തിൽ അടിമകളെ വിളിച്ചിരുന്നത് ദാസന്മാർ എന്നാണ്. അർത്ഥശാസ്ത്രത്തിൽ അടിമകളെ വിളിച്ചിരുന്നത് ദാസന്മാർ എന്നാണ്. തൊബാര സ്തംഭ ശാസനം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. തൊബാര സ്തംഭ ശാസനം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. അന്നത്തെ കാലത്ത് നിലവിലുണ്ടായിരുന്ന വ്യത്യസ്ത നികുതിയും ആ നികുതി ചുമത്തിയ മേഖലകളുമാണ് SCERTയിൽ നിന്നെടുത്തതാണ്. ബാഗ എന്ന് പറയുന്നത് ഭൂനികുതിയാണ്. ബലി എന്ന് പറയുന്നത് പഴങ്ങൾക്കും പൂന്തോട്ടങ്ങൾക്കും മേലുള്ള നികുതിയാണ്. ഉദകഭാഗ ജലനികുതിയാണ്. ശൂൽക്ക കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും മേലെയുള്ള നികുതിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. മൗര്യ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലൂടെ ഇന്ത്യയിലെത്തിയ പ്രധാന ജനവിഭാഗമാണ് കുഷാനന്മാർ. മൗര്യ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലൂടെ ഇന്ത്യയിലെത്തിയിട്ടുള്ള പ്രധാന ജനവിഭാഗമാണ് കുഷാനന്മാർ എന്നുള്ളത് ഓർത്തിരിക്കുക. കുഷാന വംശത്തിലെ ശ്രദ്ധേയനായ ഭരണാധികാരിയാണ് കനിഷ്കൻ. അത് ഓർത്തു വെച്ചാൽ മതി. കുഷാന വംശം, കനിഷ്കൻ. കുഷാന വംശത്തിലെ ശ്രദ്ധേയനായ ഭരണാധികാരിയാണ് കനിഷ്കൻ. ശകവർഷം ആരംഭിച്ചത് CE 78 കനിഷ്കനാണ്. ശകവർഷം ആരംഭിച്ചത് CE 78 കനിഷ്കൻ. ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടർ ശകവർഷ കലണ്ടറാണ്. ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള കലണ്ടർ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശകവർഷ കലണ്ടറാണ്. അശ്വഘോഷൻ, വസുമിത്രൻ തുടങ്ങിയവർ ആരുടെ കൊട്ടാരത്തിലെ ബുദ്ധമത പണ്ഡിതനായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കനിഷ്കൻ ആയിരുന്നു. കനിഷ്കന്റെ കൊട്ടാരത്തിലെ ബുദ്ധമത പണ്ഡിതനായിരുന്നു. അശ്വഘോഷൻ, വസുമിത്രൻ തുടങ്ങിയവർ ആരുടെ കൊട്ടാരത്തിലെ ബുദ്ധമത പണ്ഡിതനായിരുന്നു? കനിഷ്കന്റെ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയ രാജവംശം കുഷാന വംശമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയ രാജവംശം കുഷാന വംശം.
ചരകനും ശുശ്രുതനും ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഭരണാധികാരി കനിഷ്കനായിരുന്നു. ചരകനും ശുശ്രുതനും ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഭരണാധികാരി കനിഷ്കനായിരുന്നു. ചരകനും ശുശ്രുതനും സംഭാവന നൽകിയ ശാസ്ത്രീയ മേഖല വൈദ്യശാസ്ത്രമാണ്. ചരകനും ശുശ്രുതനും സംഭാവന നൽകിയിട്ടുള്ള ശാസ്ത്രമേഖല ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈദ്യശാസ്ത്രമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഗ്രീക്കുകാരുടെയും റോമാക്കാരുടെയും ശില്പവിദ്യയും ഇന്ത്യയിൽ നിലനിന്നിരുന്ന ശില്പവിദ്യയും ചേർന്ന് കുശാന ഭരണകാലത്ത് രൂപം കൊണ്ട് പുതിയ ശൈലി അറിയപ്പെടുന്നത് ഗാന്ധാര ശില്പകല എന്നാണ്. ഗ്രീക്കുകാരുടെയും റോമക്കാരുടെയും ശില്പവിദ്യയും ഇന്ത്യയിൽ നിലനിന്നിരുന്ന ശില്പവിദ്യയും ചേർന്ന് കുശാന ഭരണകാലത്ത് രൂപം കൊണ്ട പുതിയ ശൈലി അറിയപ്പെടുന്നത് ഗാന്ധാര ശില്പകല എന്നാണ്. ഗാന്ധാര ശില്പങ്ങൾ ധാരാളമായി നിർമ്മിച്ചിരുന്ന സ്ഥലമാണ് കാണ്ഡഹാർ. കാണ്ഡഹാർ പണ്ട് ഗാന്ധാരം എന്നും അറിയപ്പെടാറുണ്ടായിരുന്നു. ഗാന്ധാര ശില്പങ്ങൾ ധാരാളമായി നിർമ്മിച്ചിരുന്ന സ്ഥലം കാണ്ഡഹാർ ആണ്. ഗാന്ധാര ശില്പങ്ങൾ ധാരാളമായി നിർമ്മിച്ചിരുന്ന ഗാന്ധാരം ഏത് രാജ്യത്താണ് എന്ന് ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാനിലാണ്. ഗാന്ധാര ശില്പങ്ങൾ ധാരാളമായി നിർമ്മിച്ചിരുന്ന ഗാന്ധാരം ഏത് രാജ്യത്താണ്? അഫ്ഗാനിസ്ഥാനിലാണ്. കനിഷ്കൻ തന്റെ രാജ്യത്തെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ച മതമാണ് മഹായാന ബുദ്ധമതം. കനിഷ്കൻ തന്റെ രാജ്യത്തെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ച മതമാണ് മഹായാന ബുദ്ധമതം എന്ന് പറയുന്നത്. ബുദ്ധന്റെ പ്രതിമകളെ ആരാധിച്ചിരുന്ന ബുദ്ധമതത്തിലെ വിഭാഗമാണ് മഹായാന ബുദ്ധമതം. ബുദ്ധന്റെ പ്രതിമകളെ ആരാധിച്ചിരുന്ന ബുദ്ധമതത്തിലെ വിഭാഗം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹായാന ബുദ്ധമതമാണ്. മൗര്യ കാലഘട്ടത്തിന് ശേഷം മധ്യേന്ത്യയിലും ദക്ഷിണേന്ത്യയിലുമായി ശക്തി പ്രാപിച്ച ഭരണാധികാരികളാണ് ശതവാഹനന്മാർ. മൗര്യ കാലഘട്ടത്തിന് ശേഷം മധ്യേന്ത്യയിലും ദക്ഷിണേന്ത്യയിലുമായി ശക്തി പ്രാപിച്ച ഭരണാധികാരികളാണ് ശതവാഹനന്മാർ എന്നറിയപ്പെടുന്നത്. ശതവാഹനന്മാരുടെ ഭരണകാലഘട്ടം BCE 1-ാം നൂറ്റാണ്ടാണ്. ശതവാഹനന്മാരുടെ ഭരണകാലഘട്ടം BCE 1-ാം നൂറ്റാണ്ട്. ശതവാഹനന്മാരുടെ ആസ്ഥാനമാണ് പ്രതിഷ്ഠാന. ഇന്നത്തെ മഹാരാഷ്ട്രയിലെ പൈത്താൻ എന്ന സ്ഥലമാണത്. ശതവാഹനന്മാരുടെ ആസ്ഥാനം പ്രതിഷ്ഠാനയായിരുന്നു. ഗൗതമീപുത്ര ശതകർണി വസിഷ്ഠപുത്രൻ എന്നീ രാജാക്കന്മാർ ഏത് രാജവംശത്തിലെ രാജാക്കന്മാരായിരുന്നു എന്ന് ചോദിച്ചാല് ശതവാഹന വംശത്തിലെ രാജാക്കന്മാരായിരുന്നു ഇവർ രണ്ടാളും. ഗൗതമീപുത്ര ശതകർണി വസിഷ്ഠിപുത്രൻ എന്നീ രാജാക്കന്മാർ ഏത് വംശത്തിലെ രാജാക്കന്മാരായിരുന്നു? ശതവാഹന വംശത്തിലെ രാജാക്കന്മാരായിരുന്നു. ശതവാഹനന്മാരുടെ കാലഘട്ടത്തിൽ രൂപം കൊണ്ട നഗരങ്ങളാണ് അമരാവതിയും നാഗാർജുനകൊണ്ടയും. ശതവാഹനന്മാരുടെ കാലഘട്ടത്തിൽ രൂപം കൊണ്ട നഗരങ്ങളാണ് അമരാവതിയും നാഗാർജുനകൊണ്ടയും. ശതവാഹനന്മാരുടെ കാലഘട്ടത്തിൽ റോമാ സാമ്രാജ്യവുമായി ഉണ്ടായിരുന്ന വ്യാപാരത്തിന്റെ വളർച്ചയുടെ ഫലമായിട്ടുണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഒന്ന് വായിച്ചു പോയാൽ മതി. നാണയങ്ങളുടെ വിനിമയം, നഗരങ്ങളുടെ ആവിർഭാവം, നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധ തരം കലകളുടെയും തൊഴിലുകളുടെയും ആവിർഭാവം, ഉൽപാദനത്തെയും വിതരണത്തെയും നിയന്ത്രിച്ചിരുന്ന ഗിൽഡുകൾ എന്ന കച്ചവട സംഘങ്ങളുടെ രൂപപ്പെടൽ എന്നിവയാണ് ശതവാഹനന്മാരുടെ കാലഘട്ടത്തിൽ റോമാ സാമ്രാജ്യവുമായി ഉണ്ടായിരുന്ന വ്യാപാരത്തിന്റെ വളർച്ചയുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ള പ്രധാന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ശതവാഹനന്മാരുടെ ആദ്യകാല ആസ്ഥാനമാണ് ശ്രീകാകുളം. ശതവാഹനന്മാരുടെ ആദ്യകാല ആസ്ഥാനം ശ്രീകാകുളം. ഗുപ്തകീർത്തി തൻ മണ്ണടിഞ്ഞ മന്ദിരമല്ല ഉജ്ജയിനി തൻ നടക്കാവിൽ ഞാൻ തിരിയുന്നു. ആഢ്യമേഘത്തെ പ്രേമധുനിയായി നിയോഗിക്കും ഏതോ യക്ഷനായി തീർന്ന കവിതൻ കാൽപ്പാടത്രേ എന്ന വരികളുടെ രചയിതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ONV കുറുപ്പാണ്. ഇത് വെറുമൊരു ആത്മകഥം എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണ്. കവിതയുടെ വരികൾ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ചിലപ്പോൾ ബോറായി പോവും, നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കുക. ഇത് ഈ വരികളുടെ രചയിതാവ് ONV കുറുപ്പാണ്. വെറുമൊരു ആത്മകഥം എന്നാണ് കവിതയുടെ പേര്. ONV കുറുപ്പിന്റെ വെറുമൊരു ആത്മകഥം എന്ന കവിതയിൽ പരാമർശിച്ചിരിക്കുന്ന കവി കാളിദാസനാണ്. ONV കുറുപ്പിന്റെ വെറുമൊരു ആത്മകഥം എന്ന കവിതയിൽ പരാമർശിച്ചിരിക്കുന്ന കവി കാളിദാസൻ. ONVയുടെ വെറുമൊരു ആത്മകഥം എന്ന കവിതയിൽ പരാമർശിച്ചിരിക്കുന്ന രാജവംശം ഗുപ്ത സാമ്രാജ്യമാണ്. ONV കുറുപ്പിന്റെ വെറുമൊരു ആത്മകഥം എന്ന കവിതയിൽ പരാമർശിച്ചിരിക്കുന്ന രാജവംശം ഗുപ്ത സാമ്രാജ്യം.
ഗുപ്ത സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം പാടലീപുത്രമാണ്. ഗുപ്ത സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം പാടലീപുത്രം. മൗര്യ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം പാടലീപുത്രം ആസ്ഥാനമാക്കി ഗംഗാ സമതലത്തിൽ വളർന്നു വന്ന ശക്തമായിട്ടുള്ള ഒരു സാമ്രാജ്യമാണ് ഗുപ്ത സാമ്രാജ്യം. മൗര്യ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം പാടലീപുത്രം ആസ്ഥാനമാക്കി ഗംഗാ സമതലത്തിൽ വളർന്നു വന്നിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു സാമ്രാജ്യമാണ് ഗുപ്ത സാമ്രാജ്യം എന്നുള്ളത് ഓർത്തിരിക്കുക. ശക്തനായ ആദ്യ ഗുപ്ത ഭരണാധികാരിയാണ് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ. ശക്തനായ ആദ്യ ഗുപ്ത ഭരണാധികാരിയാണ് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ. CE 320 ഗുപ്തവർഷത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരിയാണ് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ എന്ന് പറയുന്നത്. CE 320 ഗുപ്തവർഷത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരിയാണ് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ. സമുദ്രഗുപ്തന്റെ സദസ്സിലെ കവിയായിരുന്നു ഹരിസേനൻ. സമുദ്രഗുപ്തന്റെ സദസ്സിലെ കവിയായിരുന്നു ഹരിസേനൻ. അലഹാബാദ് പ്രശസ്തി തയ്യാറാക്കിയ വ്യക്തിയായിരുന്നു ഹരിസേനൻ. അലഹാബാദ് പ്രശസ്തി തയ്യാറാക്കിയിട്ടുള്ള വ്യക്തി ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹരിസേനനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സമുദ്രഗുപ്തന്റെ ആക്രമണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഹരിസേനന്റെ പ്രശസ്തി കൊത്തിവെച്ചിരിക്കുന്ന സ്തംഭം സ്ഥിതി ചെയ്യുന്നത് അലഹാബാദിലാണ്. സമുദ്രഗുപ്തന്റെ ആക്രമണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഹരിസേനന്റെ പ്രശസ്തി കൊത്തിവെച്ചിരിക്കുന്ന സ്തംഭം സ്ഥിതി ചെയ്യുന്നത് അലഹാബാദിലാണ്. രാജാക്കന്മാരുടെ യുദ്ധവിജയങ്ങളെയും ഭരണ നേട്ടങ്ങളെയും പ്രകീർത്തിച്ചുകൊണ്ട് രാജസദസ്സിലെ കവികൾ തയ്യാറാക്കുന്ന ലിഖിതങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രശസ്തി എന്ന പേരിലാണ് അതറിയപ്പെടുക. രാജാക്കന്മാരുടെ യുദ്ധവിജയങ്ങളെയും ഭരണ നേട്ടങ്ങളെയും പ്രകീർത്തിച്ചുകൊണ്ട് രാജസദസ്സിലെ കവികൾ തയ്യാറാക്കുന്ന ലിഖിതങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രശസ്തി എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. സമുദ്രഗുപ്തന് ശേഷം ഗുപ്ത സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ച ഭരണാധികാരിയാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ എന്ന് പറയുന്നത്. സമുദ്രഗുപ്തന് ശേഷം ഗുപ്ത സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചിട്ടുള്ള ഭരണാധികാരിയാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. ഗുപ്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം പാടലീപുത്രത്തിൽ നിന്നും ഉജ്ജയിനിയിലേക്ക് മാറ്റിയ ഭരണാധികാരിയാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ എന്ന് പറയുന്നത്. ഗുപ്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം പാടലീപുത്രത്തിൽ നിന്നും ഉജ്ജയിനിയിലേക്ക് മാറ്റിയ ഭരണാധികാരിയാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയാണ് ഫാഹിയാൻ. ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയാണ് ഫാഹിയാൻ. ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന വിവിധ മേഖലകളിൽ പ്രശസ്തരായവർ അറിയപ്പെടുന്നത് നവരത്നങ്ങൾ എന്നാണ്. ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന വിവിധ മേഖലകളിൽ പ്രശസ്തരായവർ അറിയപ്പെട്ടിരുന്നത് നവരത്നങ്ങൾ എന്നാണ്. ചന്ദ്രഗുപ്തൻ രണ്ടാമന് ശേഷം അധികാരത്തിൽ വന്ന പ്രധാന ഗുപ്ത രാജാക്കന്മാരാണ് കുമാരഗുപ്തനും സ്കന്ദഗുപ്തനും. ചന്ദ്രഗുപ്തൻ രണ്ടാമന് ശേഷം അധികാരത്തിൽ വന്ന പ്രധാന ഗുപ്ത രാജാക്കന്മാരാണ് കുമാരഗുപ്തനും സ്കന്ദഗുപ്തനും. വിക്രമാദിത്യ കഥകളിൽ പരാമർശിക്കുന്ന വിക്രമാദിത്യൻ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ്. വിക്രമാദിത്യ കഥകളിൽ പരാമർശിക്കുന്ന വിക്രമാദിത്യൻ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ്. ശാകന്മാരെ പരാജയപ്പെടുത്തിയ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ സ്വീകരിച്ച പേര് ശകാരി എന്നാണ്. ശകാരി ശാകന്മാരെ പരാജയപ്പെടുത്തി. ശാകന്മാരെ പരാജയപ്പെടുത്തിയ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ സ്വീകരിച്ച പേരാണ് ശകാരി എന്ന് പറയുന്നത്. സാഞ്ചി രേഖകളിൽ ദേവരാജൻ എന്ന വിശേഷണമുള്ള ഭരണാധികാരിയാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. സാഞ്ചി രേഖകളിൽ ദേവരാജൻ എന്ന വിശേഷണമുള്ള ഭരണാധികാരിയാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ എന്ന് ഓർത്തിരിക്കുക. പുത്രിയായ പ്രഭാവതി ഗുപ്തയുടെ ഒരു ശാസനത്തിൽ ചന്ദ്രഗുപ്തൻ രണ്ടാമനെ വിശേഷിപ്പിക്കുന്നത് ദേവഗുപ്തൻ എന്നാണ്. പുത്രിയായ പ്രഭാവതി ഗുപ്തയുടെ ഒരു ശാസനത്തില് ചന്ദ്രഗുപ്തൻ രണ്ടാമനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദേവഗുപ്തൻ എന്നാണ്. ഗുപ്തന്മാർക്ക് ശേഷം പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന ശക്തമായ ഭരണം താനേശ്വരത്തിലെ വർദ്ധന രാജവംശത്തിന്റെയാണ്.
ഗുപ്തന്മാർക്ക് ശേഷം പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന ശക്തമായിട്ടുള്ള ഒരു ഭരണം താനേശ്വരത്തിലെ വർധന രാജവംശത്തിന്റെയാണ്. വർധന രാജവംശത്തിന്റെ തലസ്ഥാനം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ താനേശ്വരമാണ്. താനേശ്വരം ഹരിയാനയിലെ ഇന്നത്തെ കുരുക്ഷേത്ര എന്ന സ്ഥലത്താണ്. ഇനി അന്നത്തെ കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള കൃതികൾ, അവയുടെ രചയിതാക്കള്, അവയുടെ മേഖലകളെ കുറിച്ചൊന്ന് നോക്കി പോവാം. ഇതില് PSCക്ക് നിരന്തരം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. കാളിദാസന്റെ കൃതികള് അഭിജ്ഞാന ശാകുന്തളം, വിക്രമോർവശീയം, മാളവിക അഗ്നിമിത്രം, കുമാരസംഭവം എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മേഖല സാഹിത്യമാണ്. ശുദ്രകന്റത് മൃച്ഛകടികം സാഹിത്യമാണ്. വിശാഖദത്തന്റത് മുദ്രാരാക്ഷസം, ദേവി ചന്ദ്രഗുപ്തം എന്നിവയാണ് അദ്ദേഹത്തിന്റെ മേഖലയും സാഹിത്യമാണ്. വരാഹമീരൻ നോക്കുകയാണെങ്കിൽ പഞ്ചസിദ്ധാന്തിക, ലഘുജാതകം, ബൃഹജ്ജാതകം എന്നിവയാണ് അദ്ദേഹത്തിന്റെ മേഖല ശാസ്ത്രമാണ്. ആര്യഭട്ടന്റെ കൃതി ആര്യഭടീയം, അതില് മേഖല എന്ന് പറയുന്നത് ശാസ്ത്രമാണ്. അമരസിംഹൻ, അമരകോശം, ഭാഷാനിഘണ്ടുവാണ് എന്നുള്ളതും കൂടെ അവിടെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി വർധന രാജവംശത്തിലെ പ്രധാനിയാണ് ഹർഷവർദ്ധൻ എന്ന് പറയുന്നത്. ബുദ്ധമതത്തിന്റെ പ്രചാരണത്തിനായി സഹായങ്ങൾ നൽകിയ പ്രധാന വർധന രാജവംശ ഭരണാധികാരിയാണ് ഹർഷവർദ്ധൻ. ഹർഷവർദ്ധൻ രചിച്ച നാടകങ്ങളാണ് രത്നാവലി, പ്രിയദർശിക, നാഗാനന്ദം എന്നിവ. വർധന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ സഞ്ചരിച്ച ചൈനീസ് സഞ്ചാരിയാണ് ഹുയാൻ സാങ് എന്ന് പറയുന്നത്. വർധന കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് സഞ്ചരിച്ച ചൈനീസ് സഞ്ചാരിയാണ് ഹുയാൻ സാങ്. വർധന കാലഘട്ടത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്ന ബാണഭട്ടന്റെ കൃതി ഹർഷചരിതമാണ്. വർധന കാലഘട്ടത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്ന ബാണഭട്ടന്റെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഹർഷചരിതമാണ്. ഏകദേശം 92 ചോദ്യങ്ങളോളം നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണെല്ലാം. വേൾഡ് ഹിസ്റ്ററി ഭാഗത്ത് നിന്ന് വരാൻ, അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി ഭാഗത്ത് നിന്നൊക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. SCERTയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരുവിധം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നതുവരെ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.